പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അഗതികൾക്കും അനാഥർക്കുമായി സ്വന്തം ജീവിതം സമർപ്പിച്ച് യേശുവിൻ്റെ മണവാട്ടിയായി ജീവിതം ഹോമിച്ച വിശുദ്ധ മദർ തെരേസയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥയുമായി നൽകിയ എൻ്റെ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥനായ അങ്ങയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് അനാഥർക്കും ആലംബഹീനർക്കും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടയാളമായി തീർന്ന അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും പ്രവർത്തന മേഖലകളിലും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടയാളമായി തീരുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന അങ്ങയുടെ തിരുവചനം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ വിശുദ്ധ മദർ തെരേസയെ പോലെ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ജീവിത സാക്ഷ്യങ്ങളിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അഗതികളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ സെപ്റ്റംബർ 5 കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ ഇന്നത്തെ നോർത്ത് മാസിഡോണിയയിലെ സ്കോപ്ജയിലാണ് അജസ് ഗോൺഷെ ബൊജാക്സിയു ജനിച്ചത്. അവളുടെ ജനന സമയത്ത് 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ പ്രധാനമായും മുസ്ലിം ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ആജസിൻ്റെ ജന്മദേശം. ഇന്ന് സ്കോപ്ജയെ വടക്കൻ മാസിഡോണിയയുടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക, അക്കാദമിക് കേന്ദ്രമായി കണക്കാക്കുന്നു. റോമൻ കാലഘട്ടത്തിലെ സമ്പന്നവും പുരാതനവുമായ ചരിത്രമുണ്ട്. 5 മക്കളിൽ ഇളയവനായിരുന്നു ആജേസി. അവരിൽ 2 പേർ ശൈശവാവസ്ഥയിൽ മരിച്ചു. അവളുടെ മാതാപിതാക്കൾ അവളെ വിശ്വാസത്തിൽ വളർത്തിയ ഭക്തരായ കത്തോലിക്കരായിരുന്നു. അവളുടെ സ്നാപന നാമം അൽബേനിയൻ ഭാഷയിൽ റോസ്ബഡ് അല്ലെങ്കിൽ ചെറിയ പുഷ്പം എന്നർത്ഥമുള്ള ഗോൺഷെ എന്നായിരുന്നു. ഈ പ്രിയങ്കരമായ പേരിലാണ് അവളെ പലപ്പോഴും കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത്. ഗോൺഷയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ അവളുടെ പിതാവ് പെട്ടെന്ന് മരിച്ചു. കുടുംബത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടു. 12-ാം വയസ്സിൽ ദരിദ്രരെ സേവിക്കാനുള്ള ഒരു ദൈവിക വിളി ഗോൺഷയ്ക്ക് അനുഭവപ്പെട്ടു. 18 വയസ്സ് തികഞ്ഞപ്പോൾ അമ്മയെയോ സഹോദരിയെയോ ഇനി ഒരിക്കലും കാണാതെ വീട് വിട്ടിറങ്ങിയ അവൾ ഇന്ത്യക്ക് സേവനമനുഷ്ഠിക്കണമെന്ന ആഗ്രഹത്തോടെ അയർലൻഡിലെ ലൊറേറ്റോ സന്യാസികൾ എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലേസ്ഡ് വെർജിൻ മേരിയിൽ പ്രവേശിച്ചു. അയർലൻഡിൽ ഇംഗ്ലീഷ് പഠിച്ച ശേഷം 1929 അവർ ഇന്ത്യയിലേക്ക് താമസം മാറി. ഡാർജിലിംഗിലെ ലൊറേറ്റോ ഹൗസിൽ ഒരു തുടക്കക്കാരിയായി. 1931 ലൂസിയൂസിലെ വിശുദ്ധ തെരേസയുടെ പേരിൽ തെരേസ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അവൾ തൻ്റെ ആദ്യ നേർച്ച തൊഴിൽ ചെയ്തു. കൽക്കട്ടയിലെ ലൊറേറ്റോ എൻലി കമ്മ്യൂണിറ്റിയിലേക്ക് അവളെ നിയമിച്ചു. അവിടെ പെൺകുട്ടികൾക്കായുള്ള സെൻറ്റ് മേരീസ് ബംഗാളി മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചു. 1937 അവൾ തൻ്റെ അന്തിമ പ്രതിജ്ഞ നടത്തി. ലൊറേറ്റോ സിസ്റ്റേഴ്സിൻ്റെ പതിവ് പോലെ അവർ മദർ തെരേസ എന്ന പേര് സ്വീകരിച്ചു. തുടർന്നുള്ള 11 വർഷം അവർ കൽക്കട്ടയിലെ ലൊറേറ്റോ സഹോദരിമാരോടൊപ്പം ചെലവഴിച്ചു. ആകെ 20 വർഷം. 1946 സെപ്റ്റംബർ 10 മദർ തെരേസയ്ക്ക് 36 വയസ്സുള്ളപ്പോൾ അവർ കൽക്കത്തയിൽ നിന്ന് ഏകദേശം 400 മൈൽ അകലെയുള്ള ട്രെയിനിൽ ഡാർജിലിംഗിലെ മാതൃഭവനത്തിലേക്ക് വാർഷിക വിശ്രമത്തിനുമായി യാത്ര ചെയ്യുകയായിരുന്നു. ഈ യാത്രയ്ക്കിടയിലാണ് എന്തോ ദുരൂഹത സംഭവിച്ചത്. ആ അനുഭവത്തിൻ്റെ വിശദാംശങ്ങൾ അവൾ സ്വകാര്യമായി സൂക്ഷിച്ചുവെങ്കിലും അവൾ പിന്നീട് വിവരിച്ചു. എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ച് ചേരികളിലേക്ക് പോകാനുള്ള വിളി ഞാൻ കേട്ടു. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരിൽ അവനെ സേവിക്കുക, അത് അവൻ്റെ ഇഷ്ടമാണെന്നും ഞാനാണെന്നും എനിക്കറിയാമായിരുന്നു. അവനെ അനുഗമിക്കേണ്ടി വന്നു. അത് അവൻ്റെ പ്രവൃത്തിയായിരിക്കുമെന്നതിൽ സംശയമില്ല.
അവൾ ഈ വിളി എങ്ങനെ കേട്ടു എന്നത് ഒരു നിഗൂഢതയായി തുടരുന്നു. പക്ഷേ അത് വളരെ നിർബന്ധിതവും ബോധ്യപ്പെടുത്തുന്നതുമായിരുന്നു. തുടർന്നുള്ള 2 വർഷം ഈ വിളി മനസ്സിലാക്കാനും അവളുടെ ആത്മീയ ഡയറക്ടറുമായി കൂടിയാലോചിക്കാനും ആത്യന്തികമായി അവളുടെ മത മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുമതി നേടാനും അവൾ ചെലവഴിച്ചു. ദരിദ്രരിൽ ഏറ്റവും ദരിദ്രരെ സേവിച്ചുകൊണ്ട് യേശുവിൻ്റെ ദാഹം ശമിപ്പിക്കാൻ മദർ തെരേസയ്ക്ക് ഒരു വിളിക്കുള്ളിൽ ഒരു വിളി ലഭിച്ചു. സെപ്റ്റംബർ 10 ഇനി മുതൽ പ്രചോദന ദിനം ആയി ആഘോഷിക്കും. ആ ദിവസം ദൈവം സ്ഥാപിച്ചത് മിഷനറീസ് ഓഫ് ചാരിറ്റി ആയി മാറുമെന്ന് അവൾ വിശ്വസിച്ച ദിവസം. അടുത്ത 1.5 വർഷത്തിനിടയിൽ മദർ തെരേസ വോയിസ് അവളോട് സംസാരിക്കുന്നത് ആവർത്തിച്ചു കേട്ടു. അവളെ നയിക്കുകയും വിശ്വസിക്കാനും കീഴടങ്ങാനും സ്നേഹിക്കാനും അവളെ വിളിക്കുകയും ചെയ്തു. വരൂ വരൂ, പാവപ്പെട്ടവരുടെ കുഴികളിലേക്ക് എന്നെ കൊണ്ടുപോകൂ. വരൂ, എൻ്റെ പ്രകാശമാകൂ. യേശുവിൻ്റെ കുരിശിലെ ദാഹത്തിൻ്റെ പ്രമേയം മദർ തെരേസ അന്ന് മുതൽ ചെയ്ത എല്ലാ കാര്യങ്ങളിലും വ്യാപിക്കും. അവൾക്ക് ലഭിച്ച കേന്ദ്ര ദൗത്യവും അവളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും മിഷനറീസ് ഓഫ് ചാരിറ്റി കണ്ടെത്താൻ ദൈവം ആഗ്രഹിച്ച കാരണവുമായിരുന്നു അത്. അനന്തമായ ദൈവമെന്ന നിലയിൽ യേശുവിന് അനന്തമായ ദാഹമുണ്ടായിരുന്നു. യേശുവിൻ്റെ ദാഹത്തിൻ്റെ ആഴം അവസാനിക്കാതെ ദരിദ്രരും എല്ലാ ദൈവമക്കളെയും സ്നേഹിച്ചുകൊണ്ട് അവന് നൽകാൻ അവൾ വിളിക്കപ്പെട്ട സ്നേഹത്തിൻ്റെ ആഴത്തിന് അവസാനമില്ല. മദർ തെരേസ താൻ സേവിച്ചവരിൽ ക്രിസ്തുവിൻ്റെ ദാഹം ശമിപ്പിക്കാൻ മാത്രമല്ല, അവരിൽ യേശുവിനെ കണ്ടുമുട്ടാനും വിളിക്കപ്പെട്ടു. ദരിദ്രരുടെ വിഷമകരമായ വേഷത്തിൽ മറഞ്ഞിരിക്കുന്ന യേശുവായിരുന്നു അവർ. പിന്മാറിയ ശേഷം മദർ തെരേസ തൻ്റെ ആത്മീയ ഡയറക്ടറായ ഫാദർ വാൻ എക്സിമിനോട് തൻ്റെ വിളിയെക്കുറിച്ച് സംസാരിച്ചു. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നിട്ടും ആ വിളി പരിശോധിക്കാൻ അവൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് സംസാരിക്കാനോ ചിന്തിക്കാനോ പോലും അവളെ വിലക്കി. എന്നിരുന്നാലും 4 മാസത്തിനു ശേഷം ഫാദർ എക്സേം സമയം ശരിയാണെന്ന് തോന്നി. ആർച്ച് ബിഷപ്പിന് എഴുതാൻ അവൾക്ക് അനുമതി നൽകി. യേശു തന്നോട് സംസാരിച്ചത് പങ്കുവെച്ചുകൊണ്ട് അവൾ അവനോട് എഴുതി: എനിക്ക് ഇന്ത്യൻ കന്യാസ്ത്രീകളെ വേണം, എൻ്റെ സ്നേഹത്തിൻ്റെ ഇരകളെ. എനിക്ക് എൻ്റെ കുരിശിൻ്റെ ദാരിദ്ര്യത്താൽ പൊതിഞ്ഞ സ്വതന്ത്രരായ കന്യാസ്ത്രീകളെ വേണം. എനിക്ക് എൻ്റെ കുരിശിൻ്റെ അനുസരണത്താൽ മൂടപ്പെട്ട അനുസരണയുള്ള കന്യാസ്ത്രീകളെ വേണം. എനിക്ക് പൂർണ്ണത വേണം. കുരിശിൻ്റെ ചാരിറ്റി കൊണ്ട് പൊതിഞ്ഞ സ്നേഹസന്യാസികളുടെ എനിക്കായി ഇത് ചെയ്യാൻ നിങ്ങൾ വിസമ്മതിക്കുമോ? ഈ കത്ത് അയക്കുന്നതിന് 4 മാസങ്ങൾക്ക് മുമ്പ് മദർ തെരേസ ഫാദർ എക്സിമിനൊപ്പം കുമ്പസാരക്കൂട്ടിൽ അസാധാരണമായി ദീർഘനേരം ചെലവഴിച്ചത് മറ്റു സഹോദരിമാർ ശ്രദ്ധിച്ചു. അവർക്കിടയിൽ അനാരോഗ്യകരമായ അടുപ്പമുണ്ടെന്ന് സംശയിച്ച അവളുടെ മേലുദ്യോഗസ്ഥർ അവളെ മറ്റൊരു കോൺവെൻറ്റിലേക്ക് മാറ്റി. കൂടാതെ അവളുടെ കോളിനെക്കുറിച്ച് ആർച്ച് ബിഷപ്പിന് ആശങ്കയുണ്ടായിരുന്നു. കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ അവളോട് നിർദ്ദേശിച്ചു. താൻ റോമിലേക്ക് യാത്ര ചെയ്യുകയാണെന്നും മാസങ്ങളോളം മടങ്ങി വരില്ലെന്നും ആ സമയത്ത് അവളുടെ അഭ്യർത്ഥന വീണ്ടും പരിഗണിക്കുമെന്നും അദ്ദേഹം അവളെ അറിയിച്ചു. ഫാദർ എക്സിമയുള്ള കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കത്തുകൾക്കും സംഭാഷണങ്ങൾക്കും ശേഷം ഫാദർ എക്സേം മദർ തെരേസയെ അന്തിമ പരീക്ഷണം നടത്തി. താനോ ആർച്ച് ബിഷപ്പോ സംഭാഷണത്തിന് തുടക്കമിട്ടില്ലെങ്കിൽ നിത്യതയ്ക്കായി മുഴുവൻ കാര്യങ്ങളും ഉപേക്ഷിക്കണമെന്ന് അവൻ അവളോട് പറഞ്ഞു. മദർ തെരേസ അനുസരിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഫാദർ എക്സേം വീണ്ടും വിഷയം ഉയർത്തി. അവനും ആർച്ച് ബിഷപ്പും അവളെ പരീക്ഷിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു. അവൾ ഹൃദയത്തിൽ നിന്ന് പ്രതികരിച്ചു. അവളോട് പറഞ്ഞതെല്ലാം പങ്കുവച്ചു. ഒടുവിൽ 1948 ജനുവരി 6 ആർച്ച് ബിഷപ്പ് അവൾക്ക് തുടരാൻ അനുമതി നൽകി. പിന്നീട് അദ്ദേഹം ലൊറേറ്റോ മേലുദ്യോഗസ്ഥന് എഴുതി: എൻ്റെ സമ്മതം തടഞ്ഞു വയ്ക്കുന്നതിലൂടെ അവളിലൂടെ ദൈവഹിതം തിരിച്ചറിയുന്നതിന് ഞാൻ തടസ്സമാകുമെന്ന് എനിക്ക് ആഴത്തിൽ ബോധ്യമുണ്ട്. ലൊറേറ്റോ സുപ്പീരിയറിൽ നിന്നും ഹോളി സീയിൽ നിന്നും അനുമതി ലഭിച്ചതിനു ശേഷം മദർ തെരേസ 1948 ഓഗസ്റ്റ് 17 തൻ്റെ
പ്രചോദന ദിനം കഴിഞ്ഞ് ഏകദേശം 2 വർഷത്തിനു ശേഷം തൻ്റെ പുതിയ ദൗത്യം ആരംഭിച്ചു. 1948 ഡിസംബർ 21 മെഡിക്കൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം മദർ തെരേസ കൽക്കട്ടയിലെ ചേരികളിൽ മിഷനറി ഓഫ് ചാരിറ്റിയായി ജീവിതം ആരംഭിച്ചു. 2ാം ലോക മഹായുദ്ധം, ക്ഷാമം, നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ എന്നിവയാൽ കൽക്കട്ടയെ സാരമായി ബാധിച്ചിരുന്നു. അസംഖ്യം ആളുകൾ ഭവനരഹിതരും ദരിദ്രരും വിദ്യാഭ്യാസമില്ലാത്തവരും കഠിനമായ ദുരിതം അനുഭവിക്കുന്നവരുമായിരുന്നു. താമസിക്കാൻ ഒരു സ്ഥലം ഉറപ്പാക്കിയ ശേഷം മദർ തെരേസ പാവപ്പെട്ടവരെ പരിചരിക്കുവാൻ തുടങ്ങി. അവൾ അവരുടെ മുറിവുകൾ ധരിപ്പിച്ചു, കഷ്ടപ്പെടുന്നവരോട് അനുകമ്പ കാണിച്ചു, അവരുടെ കഥകൾ കേട്ടു, അവർക്ക് ഭക്ഷണം നൽകി, അവരെ യേശുവിനെ പോലെ കൈകാര്യം ചെയ്തു. മോശം കർമ്മത്തിൻ്റെ ഫലമായി ദാരിദ്ര്യത്തെ ചിലപ്പോൾ വീക്ഷിക്കുന്ന ഇന്ത്യയിലെ ഒരു പുതിയ സമീപനമായിരുന്നു ഇത്. 1949 മാർച്ചിൽ അവളുടെ മുൻ വിദ്യാർത്ഥികളിൽ ഒരാൾ അവളോടൊപ്പം ജോലിയിൽ ചേർന്നു. അടുത്ത വർഷമായപ്പോഴേക്കും അവളുടെ കൂട്ടാളികളുടെ എണ്ണം 12ആയി. 1950 ഒക്ടോബർ 7 വിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരത്തോടെ കൽക്കട്ട അതിരൂപതയിൽ മിഷനറീസ് ഓഫ് ചാരിറ്റി ഔപചാരികമായി സ്ഥാപിതമായി. സാധാരണ 3 പ്രതിജ്ഞകൾക്ക് പുറമെ മിഷനറീസ് ഓഫ് ചാരിറ്റി 4ാമത്തെ പ്രതിജ്ഞയെടുത്തു. മനുഷ്യ മഹത്വത്തിന് യോഗ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ടവരുടെയും ദരിദ്രരുടെയും സംരക്ഷണത്തിനായി സ്വയം സമർപ്പിക്കുമെന്ന്. 1960കളുടെ തുടക്കത്തോടെ സഹോദരിമാരുടെ എണ്ണം വർദ്ധിച്ചു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വീടുകൾ സ്ഥാപിക്കപ്പെട്ടു. അധികം താമസിയാതെ മിഷനറിമാർ വെനസ്വേല, റോം, ടാൻസാനിയ എന്നിവിടങ്ങളിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. 1963 മിഷനറീസ് ഓഫ് ചാരിറ്റി ബ്രദേഴ്സ് സ്ഥാപിതമായി. സഹോദരിമാരുടെ ഒരു ധ്യാനശാഖ 1976 സ്ഥാപിതമായി. തുടർന്ന് 1979 കോൺടെംപ്ലേറ്റീവ് ബ്രദേഴ്സും 1984 മിഷനറീസ് ഓഫ് ചാരിറ്റി ഫാദേഴ്സും 1962 മദർ തെരേസയ്ക്ക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ചു. 1979 അവർ വിശക്കുന്നവരുടെ, നഗ്നരുടെ, ഭവനരഹിതരുടെ, വികലാംഗരുടെ, അന്ധരുടെ, കുഷ്ഠരോഗികൾക്ക്, ആവശ്യമില്ലാത്ത, സ്നേഹിക്കപ്പെടാത്ത, ശ്രദ്ധിക്കപ്പെടാത്ത എല്ലാവരുടെയും പേരിൽ അവൾ സ്വീകരിച്ച നോബൽ സമാധാന സമ്മാനം, സമൂഹത്തിൽ നിന്ന് വിലയേറിയപ്പെട്ട, സമൂഹത്തിന് ഭാരമായി മാറിയ, എല്ലാവരാലും ലജ്ജിക്കുന്ന ആളുകൾ, അതിനുശേഷം രാജാക്കന്മാർ, സ്വേച്ഛാധിപതികൾ, പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, മതനേതാക്കൾ എന്നിവരാൽ അവളെ തിരഞ്ഞുപിടിച്ച് സ്വാഗതം ചെയ്യുകയും റോമിൽ എപ്പോഴെങ്കിലും മാർപ്പാപ്പയുടെ തുറന്ന വാതിൽ ആസ്വദിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ അവളുടെ സ്വാധീനം അഗാധമായിരുന്നു. എന്നിട്ടും അവൾ അഗാധമായ വിനയാന്യതയായി തുടർന്നു. അവളുടെ കേന്ദ്ര ദൗത്യമായ സ്നേഹത്തിൽ അർപ്പണബോധമുള്ളവളായിരുന്നു. 1990കളുടെ മിക്കവാറും എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഉൾപ്പെടെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വീടുകൾ സ്ഥാപിക്കപ്പെട്ടു. 1997 അവളുടെ മരണസമയത്ത് 123 രാജ്യങ്ങളിലായി 610 ഫൗണ്ടേഷനുകളിലായി മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ എണ്ണം 4000 ആയിരുന്നു. അവളുടെ മരണത്തിന് 2 വർഷത്തിനു ശേഷം ജോൺ പോൾ II മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണം തുറന്നു. 2003 അദ്ദേഹം മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളാക്കി. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാളായിരുന്നു. അവളുടെ മരണശേഷം അവിശ്വസനീയമായ ഒരു കഥ പറയുന്ന മദർ തെരേസയുടെ പല സ്വകാര്യ കത്തുകളും അവളുമായി ഏറ്റവും അടുത്ത ആളുകൾ പങ്കിട്ടു. ദരിദ്രർക്കും കാഴ്ചപ്പാടുകൾക്കുമൊപ്പം മദർ തെരേസ തൻ്റെ ജോലി ആരംഭിച്ച കാലം മുതൽ മദർ തെരേസ ഒരു ആന്തരിക അന്ധകാരം അനുഭവിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഈ ഇൻറ്റീരിയൽ അന്ധകാരം കുരിശിലെ വിശുദ്ധരായ ജോൺ, ആവിലായിലെ തെരേസ തുടങ്ങിയ മഹാരഥന്മാരുടെ ആത്മീയ രചനകളെ പ്രതിഫലിപ്പിക്കുന്നു.
മദർ തെരേസയുടെ ദാനധർമ്മം തികച്ചും ശുദ്ധവും എല്ലാ സ്വാർത്ഥ പ്രേരണകളും ഇല്ലാത്തതും ശുദ്ധമായ നിസ്വാർത്ഥവുമായ ദാനവും അചഞ്ചലമായ വിശ്വാസത്താൽ ഉത്തേജിക്കപ്പെടുകയും ദൈവിക പ്രത്യാശയിൽ നയിക്കപ്പെടുകയും ചെയ്യുന്നതിനായി ദൈവം അവളുടെ എല്ലാ ആന്തരിക ആശ്വാസങ്ങളും നീക്കം ചെയ്തു. അവൾ യഥാർത്ഥത്തിൽ ആഴമേറിയ അർത്ഥത്തിൽ ഒരു മിസ്റ്റിക് ആയിരുന്നു, ക്രിസ്തുവിൻ്റെ ദാഹത്തിൻ്റെ സംതൃപ്തിയുടെ ഒരു ഐക്കൺ. കൽക്കട്ടയിലെ ഓടകൾക്കരിയിൽ നിന്നും കിട്ടിയ 15,000-ൽ-അധികം രോഗികളും നിരാലംബരുമായ മനുഷ്യർ ക്രിസ്തുവിലേക്ക് വരാൻ കാരണമായ മദർ തെരേസയോട് ബിഷപ്പ് ഫുൾട്ടൻ ജെ. ഷിൻ ഒരിക്കൽ ചോദിച്ചു, ആ പാവപ്പെട്ട മനുഷ്യരെ നിങ്ങളുടെ ആശുപത്രികളിൽ എത്തിച്ചിട്ട് എങ്ങനെയാണ് അവരോട് സുവിശേഷ പ്രഘോഷണം നടത്തിയതും യേശുവിനെ പറ്റി അവരെ പഠിപ്പിച്ചതും? മദർ പറഞ്ഞു, ഞാൻ അതൊന്നും ചെയ്തില്ല. അവരെ ശുശ്രൂഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനിടയിൽ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ക്രിസ്തുവിനെ പറ്റി കേൾക്കണോ? അവർ ചോദിക്കും, ക്രിസ്തു മദറിനെ പോലെയാണോ? മദർ പറയും, അല്ല, ഞാൻ അവനെപ്പോലെ ആവാൻ ശ്രമിക്കുന്നു. എങ്കിൽ ഞങ്ങൾക്കും ക്രിസ്ത്യാനി ആവണം എന്ന് അവർ പറയും. ഇത്ര സിമ്പിൾ ആയിരുന്നു മദറിൻ്റെ സുവിശേഷ പ്രഘോഷണം. സ്നേഹിച്ചും ശുശ്രൂഷിച്ചും നടന്ന ആ അമ്മയുടെ ചെയ്തികളിലൂടെയാണ് ആളുകൾ ക്രിസ്തുവിനെ മനസ്സിലാക്കിയത്. സോവിയറ്റ് റഷ്യയിലെ ഒരു കോൺവെൻറ്റ് തുറക്കാനുള്ള അനുമതി ലഭിക്കാതെ വന്നപ്പോൾ പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവിന് വിശുദ്ധ മിഖായിലിൻ്റെ തിരുനാൾ ദിനത്തിൽ ആശംസ അയച്ചാണ് മദർ തെരേസ അത് ഓർമ്മിപ്പിച്ചത്. ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ പോകുന്ന യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് പ്രസിഡന്റ് ബുഷിനോടും പ്രസിഡന്റ് സദാം ഹുസൈനോടും അഭ്യർത്ഥിച്ചു. ശത്രുത അവസാനിപ്പിച്ച് കഴിഞ്ഞ ദിവസം യുദ്ധം കാരണം താറുമാറായ നാട്ടിൽ 6 കേന്ദ്രങ്ങൾ തുറക്കാൻ ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈൻ മദർ തെരേസയ്ക്ക് അനുമതി നൽകി. രാജ്യതലവന്മാർ ദുർബലയായ ഈ വനിതയെ എത്ര ബഹുമാനിച്ചു. പല രാജ്യങ്ങളും അവരുടെ ഏറ്റവും ഉയർന്ന ബഹുമതികൾ നൽകി. എന്നാൽ മദറിന് ആർക്കും അത്ര പരിചയമില്ലാതായിരുന്ന കാലത്തെ ബുദ്ധിമുട്ടുകൾ സഹിക്കുക ഒട്ടും എളുപ്പമായിരുന്നില്ല. മോത്തിജിലിൽ മദർ തെരേസ കുട്ടികളെ പഠിപ്പിക്കുന്നത് വന്ന് കണ്ട സെൻറ്റ് മേരീസിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഞെട്ടിപ്പോയി. 1948-ൽ അതൊരു വിചിത്ര ദൃശ്യമായിരുന്നു. തങ്ങളുടെ പ്രിൻസിപ്പലായിരുന്ന കന്യാസ്ത്രീ വില കുറഞ്ഞ സാരിയിൽ നഗ്നപാതയായി മേശയും കസേരയും പുസ്തകവും ഒന്നുമില്ലാതെ നാറുന്ന ചെളിക്കുണ്ടിന് സമീപം കുട്ടികളെ പഠിപ്പിക്കുന്നു. ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സിസ്റ്റർ, സീനയും അവളുടെ സഹോദരനും ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. മദറിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വണ്ടിക്കൂലിക്കുള്ള 3 അന. വൈകുന്നേരം നടന്നു പോകാമെന്ന് വിചാരിച്ച് അതിന് കുറച്ച് പലഹാരം വാങ്ങി കയ്യിലുണ്ടായിരുന്ന 2 മുട്ടയും കൂടി അവർക്ക് കൊടുത്തു. അന്ന് താമസ സ്ഥലത്തേക്ക് വിശന്നുകൊണ്ട് നടക്കുന്നതിനിടയിൽ മദറിനെ ഞെട്ടിച്ച ഒരു സംഭവമുണ്ടായി. വഴിയരികിൽ ഒരു പള്ളി കണ്ടപ്പോൾ എന്തെങ്കിലും സംഭാവന ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മദർ കയറി ചെന്നു. ഒരു പുരോഹിതൻ്റെ ഉദാരമനസ്കത പരീക്ഷിക്കാമെന്നുറച്ചു. പക്ഷേ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തെന്ന രീതിയിലായിരുന്നു അയാളുടെ പെരുമാറ്റം. ഇടവകയിലെ പുരോഹിതനോട് ചോദിക്കാനാണ് അയാൾ ഉപദേശിച്ചത്. ഞാൻ യാചിച്ചു പണമുണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ അത്ഭുതം ഇരട്ടിച്ചു. തനിക്ക് മനസ്സിലാകുന്നില്ല പോലും. യാത്ര പോലും പറഞ്ഞില്ല. അതിശക്തമായ ഒരഘാതമായിരുന്നു അത്. കാമായി തെരുവിലെത്തിയപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അവശനായി തീർന്നതുകൊണ്ടാവാം മദർ വികാരവിക്ഷുബ്ധയായത്. പക്ഷേ ഒന്നിനും മദറിൻ്റെ ദൃഢനിശ്ചയത്തെ തളർത്താൻ കഴിഞ്ഞില്ല. കൂടുതൽ വാശിയോടെ മുന്നോട്ടു പോയി. തുടർച്ചയായുള്ള ഓരോ ദുരനുഭവങ്ങളും തളർത്തുമ്പോൾ ലൊറോറ്റയിലെ സൗകര്യങ്ങൾ ഓർമ്മിപ്പിച്ച് ഉള്ളിലിരുന്നു ആരോ പ്രലോഭിച്ചിരുന്നു. നീയൊരു വാക്കു പറഞ്ഞാൽ മതി, അതെല്ലാം വീണ്ടും നിനക്ക് തിരികെ കിട്ടും. അപ്പോഴെല്ലാം മദർ പറഞ്ഞു, എൻ്റെ കർത്താവേ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത വഴിയാണിത്. എൻ്റെ കാര്യത്തിൽ അങ്ങയുടെ ഇച്ഛയാണ് പ്രധാനം. അതുപോലെ കഴിഞ്ഞോളാം. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കഷ്ടത അനുഭവിക്കേണ്ടി വന്നാലും ഒരു തുള്ളി കണ്ണുനീർ പോലും ഇനി ഞാൻ പൊഴിക്കില്ല. അവിടുത്തെ ഇച്ഛയാണെനിക്ക് വലുത്. സഭ രൂപമെടുക്കുന്ന ഇരുണ്ട രാത്രിയാണിത്. ഇപ്പോൾ ഈ നിമിഷം അവിടുത്തെ കൽപ്പന മനസ്സിലാക്കാൻ എനിക്ക് കരുത്തേകണമേ.
1979 ഡിസംബർ 9 മദർ തെരേസ നോർവേയിലെ ഓസ്ലോവിലെത്തി നോബൽ സമ്മാനം സ്വീകരിക്കാൻ. അതിനു മുമ്പ് മദർ തെരേസ ആരെന്ന് അറിയാത്തവർ പോലും മദറിനെ കുറിച്ച് അറിഞ്ഞു. അവിടെയുള്ള 4 നാളും അവരുടെ ഓരോ ചലനവും ഒപ്പിയെടുക്കാൻ TV ക്യാമറകൾ മത്സരിച്ചു. ഓസ്ലോ സർവകലാശാലയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നോർവേ രാജാവ്, നയതന്ത്ര പ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള പത്രപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുതുക് തെല്ലു വളഞ്ഞ സാരിയെടുത്ത മുഖത്ത് ആഴത്തിൽ ചുളിവുകളുള്ള ഈ കൃശഗാത്രിയായ സന്യാസിനി നോബൽ സമ്മാനം സ്വീകരിച്ചു. നോർവേജിയൻ നോബൽ കമ്മിറ്റിയുടെ ചെയർമാൻ ജോൺ സാനേസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രസംഗം ഉപസംഹരിച്ചു. മനുഷ്യൻ്റെ അന്തസ്സ് അലംഘനീയമാണെന്ന അടിസ്ഥാന പ്രമാണം ഉയർത്തിക്കാട്ടുന്നതിലൂടെ സമാധാനം സുസ്ഥാപിക്കാൻ യത്നിക്കുന്ന മദർ തെരേസ നോബൽ സമ്മാനം അർഹിക്കുന്നുണ്ട്. സമ്മാനദാനത്തെ തുടർന്ന് നടത്താറുള്ള പതിവ് വിരുന്ന് വേണ്ടെന്ന് വെച്ച് അതിൻ്റെ പൈസ തന്നാൽ കുറേ പട്ടിണി പാവങ്ങൾക്ക് അന്നമൂട്ടാമെന്ന് പറഞ്ഞത് വളരെയേറെ ഹൃദയങ്ങളെ സ്പർശിച്ചു. വിരുന്നിന് ചെലവാക്കാൻ ഉദ്ദേശിച്ചത് മാത്രമല്ല, സാധാരണക്കാരുടെ കുട്ടികളിൽ നിന്നുള്ള പോക്കറ്റ് മണി പോലും ചേർത്ത് നോബൽ സമ്മാനത്തിൻ്റെ പകുതിയോളം പിന്നെയും പിരിഞ്ഞു കിട്ടി. എത്ര നല്ല മാതൃകയാണ്! ഫ്ലൈറ്റിലെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് പണം ആവശ്യപ്പെടുന്നത് കാണുമ്പോൾ മറ്റ് യാത്രക്കാരും അതേപോലെ തന്നെ ചെയ്ത് പണം പിരിഞ്ഞു കിട്ടാറുണ്ട്. അവർ വേണ്ടെന്ന് വെച്ച ഭക്ഷണമടക്കം. ധനികർ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഈശോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. അമേരിക്കൻ സെനറ്റർമാരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ധനികരും കാൽഗട്ടിലെ ആസനമരണരുടെ ഭവനത്തിൽ കുത്തിയിരുന്ന് തറ തുടച്ചു. പാവങ്ങളിൽ പാവങ്ങളെ സേവിക്കാൻ അവസരം നൽകിക്കൊണ്ട് തൻ്റേതായ വിധത്തിൽ പണക്കാരെയും മദർ തെരേസ ദൈവരാജ്യത്തിനടുത്തേക്ക് കൊണ്ടുവന്നു. മദർ തെരേസ പാവങ്ങൾക്കു വേണ്ടി നിലകൊണ്ടതുകൊണ്ടല്ല വിശുദ്ധിയായത്. അവൾ വിശുദ്ധിയായതുകൊണ്ടാണ് ദരിദ്രരായവരെ സേവിച്ചത്. ദൈവവുമായി ഒന്നായിരിക്കുന്നത് കൊണ്ട് മുറിവേറ്റവരിൽ, രോഗികളിൽ, വിശക്കുന്നവരിൽ അവൾ കർത്താവിൻ്റെ മുഖം ദർശിച്ചു. അവൾ കുറഞ്ഞ് അവൻ വളർന്നിരിക്കുന്നത് കൊണ്ട് അവളിൽ മറ്റുള്ളവരും. തൻ്റെ മിഷൻ ജയപരാജയങ്ങളോടോർത്ത് അവൾ വേവലാതിപ്പെട്ടില്ല. തന്നെ വിളിച്ച ദൈവത്തോട് താൻ വിശ്വസ്തയാണോ അല്ലയോ അത്രമായിരുന്നു എപ്പോഴും അവൾക്കറിയേണ്ടിയിരുന്നത്. ഭാരിച്ച ചെലവുകളോർത്ത്, കയ്യിൽ പണം ഒട്ടുമില്ലാത്തതിനെ ഓർത്ത് അസ്വസ്ഥയായില്ല. അത് അന്വേഷിക്കാൻ കർത്താവുണ്ടല്ലോ. ക്രിസ്തു എന്ന് വിളിക്കുന്നതിനേക്കാൾ നമ്മുടെ കർത്താവായ ഈശോ എന്ന് വിളിക്കാനാണ് മദർ ഇഷ്ടപ്പെട്ടത്. മറ്റ് സന്യാസികളെ കൊണ്ടും അങ്ങനെ തന്നെ വിളിപ്പിച്ചു. കുറെ കൂടി വ്യക്തിപരമായ അടുപ്പം ഈശോയോട് ഉണ്ടാകുന്നതിനായിരുന്നു അത്. സംസാരം അവസാനിപ്പിക്കുന്നത് മിക്കപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കും. ഹോ, എന്തൊരു ചൂട്! ദൈവത്തിന് നന്ദി, അല്ലെങ്കിൽ ഞാൻ വന്നത് നന്നായി, ദൈവത്തിന് നന്ദി എന്നിങ്ങനെ മദറിൻ്റെ ജീവചരിത്രം എഴുതിയ നവീൻ ചൗള പറഞ്ഞു. ദിവ്യബലി അർപ്പിക്കുമ്പോഴും രോഗികളെ പരിചരിക്കുമ്പോഴും എന്നു വേണ്ട, ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും ക്രിസ്തുവിനോടൊപ്പമാണെന്ന് മദർ തെരേസയ്ക്ക് മനസ്സിലാക്കാൻ ഹിന്ദുവായ താൻ മറ്റുള്ളവരെക്കാൾ ഇത്തിരി കൂടുതൽ സമയമെടുത്തെങ്കിലും സാധിച്ചെന്ന് കാൽഗട്ടിലെ അത്യസന രോഗിയും ക്രൂശിതനായ ക്രിസ്തുവും മദറിന് ഒരേപോലെയാണെന്ന്. മദർ സംസാരിച്ചതെല്ലാം ജീവനെയോ പ്രതിയോ സ്നേഹത്തെ പ്രതിയോ ക്രിസ്തുവിനെ പ്രതിയോ ആയിരുന്നു. സ്നേഹം വറ്റിപ്പോകുന്ന കരുതലില്ലാത്ത ഈ ലോകത്ത് മദർ സ്നേഹത്തിൻ്റെ പ്രവാചകിയായി. ദൈവവിളി പിന്തുടർന്ന് വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇന്ത്യയിലെത്തി. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ, ദരിദ്രരിൽ ദരിദ്രരായവരെ സംരക്ഷിക്കാൻ. വിളിക്കുള്ളിലെ വിളി സ്വീകരിച്ച് പേര് കേട്ട സെൻറ്റ് മേരീസ് സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന ആദരണീയ സ്ഥാനം വലിച്ചെറിഞ്ഞ് ദൈവത്തിൻ്റെയും ഓവുചാലിൽ കിടക്കുന്ന പാവങ്ങളുടെയും ദാസിയായവളെ ദൈവം ഈ ആധുനിക ലോകത്ത് ഉയർത്തി കാണിക്കുന്നു പ്രവാചകിയായി. നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.